എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്, വനജ കളക്റ്റീവിലേക്ക് പോവാണ്. എന്തിനാണ്, എങ്ങനെയാണ് എല്ലാം നമുക്ക് വഴിയെ ഞങ്ങൾ പറയും, കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അവിടെ നമ്മൾ കുറച്ച് പേരെ കാണാനും കൂടി പോവുകയാണ്. അവര് ആരൊക്കെയാണ് നിങ്ങൾ വഴിയെ അറിയും. അപ്പൊ നമുക്ക് കോഴിക്കോട് വെച്ച് കാണാം. അല്ലാത്ത കഷ്ടമായി പോയിട്ടോ, ചില കളിയൊക്കെ കൊല്ലുമെന്ന്. ഞങ്ങൾ ട്രെയിനിലാണ് കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് ഞങ്ങൾ 3-ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പോയത് ഇവളുടെ കോളേജിലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. 2-ാമത്തെ പ്രാവശ്യം പോയത് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു പോയേ. വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോയതാ. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ഇപ്രാവശ്യമാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ഇരുന്ന് ടയേർഡൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സോങ്ങൊക്കെ കേട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന്. പിന്നെ പോണ വഴിക്ക് ഇടയ്ക്കത്തിരി മഴ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഉദ്ദേശിച്ചത്ര ചൂടുണ്ടായില്ല, എന്നാലും തണുപ്പില്ല. അങ്ങനെ എന്നാലും ഞങ്ങൾ വേർത്തു. ചൂടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമൊക്കെ പോയപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന ഒരു പ്ലാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായില്ല. അപ്പം അതിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഞങ്ങൾ കുറച്ച് അധികം ദിവസം നിൽക്കാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ പ്ലാനൊക്കെ മാറ്റി ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം, പിന്നെ ഫുഡൊക്കെ കഴിക്കണം, അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് പോകുന്നത്. ഞാൻ തീരെ അവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. അപ്പം അതൊക്കെ അവൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ എന്തായിന്ന് നമുക്കിനി നോക്കാം. നമുക്ക് ഫുഡിൻ്റെ കാര്യം ആണെങ്കിലും കോഴിക്കോട് ഫുഡ് ഞാൻ അതുവരെ ടേസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം അതും ഇവള് പാരങ്ങളിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതൊക്കെ. നമുക്ക് നോക്കാൻ വഴി എന്താവൂന്ന്. വല്ലാണ്ട് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓവർ കഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇവള് എല്ലാതും കൂടെ എടുത്തെങ്ങാൻ ഇടങ്ങേറായേന്. ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകാമായിരുന്നു. അപ്പോൾ പാരകളിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ വിശന്ന് കുടൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാരകളിൽ പോവാം. അവിടെ വെച്ച് കാണാം. ബൈ. ഞങ്ങൾ അവിടെ നിന്ന് ഊബറിന് പോകാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഊബറൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഊബർ ഉണ്ടായില്ല. പിന്നെ ഓട്ടോക്കാരൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അവർ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച്. അപ്പോൾ ആ ലൈനിൽ ടിക്കറ്റ് എടുക്കണമെന്നാണ് സംഭവം. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 1 രൂപയാണെന്നാണ്. പക്ഷെ 1 രൂപ കയ്യിലുണ്ടായില്ല. ഞങ്ങൾ ഗൂഗിൾ പേയുടെ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഗൂഗിൾ പേ പേഴ്സിൽ കുറേ തപ്പി അങ്ങനെ 1 രൂപ എന്തോ ഭാഗ്യത്തിനുണ്ടായി. അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്ത് ഓട്ടോ സെറ്റായി ഓട്ടോയിൽ കയറി. പക്ഷെ ഇത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് സംഭവമായിരുന്നു. കാരണം കുറേ ഓട്ടോ ഉണ്ട്. ഇത് ഞാൻ ഒളിച്ചോടി വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഓട്ടോ കിട്ടിയായിരുന്നു. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. അപ്പോൾ ആ ടൈമിൽ ഗൂഗിൾ പേയുടെ ഒരു പ്രശ്നമുണ്ട് കോഴിക്കോട്. ഗൂഗിൾ പേ എല്ലാവരും എടുക്കില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെനിക്ക് അന്ന് ഒളിച്ചോട്ടത്തിൻ്റെ ടൈമിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. അങ്ങനെ ഞങ്ങൾ ആകെ വിശന്ന്, ചൂടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് വേർത്ത് ആകെ ഇതായി. പിന്നെ അങ്ങനെ ഞങ്ങൾ പാരഗണിലോട്ടാണല്ലോ പോയത്. ഇതാണ് പാരഗൺ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ പാരഗണിൽ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ ചെന്ന് പക്ഷേ ഒരു ഹജ്ജിനുള്ള ആൾക്കാരുണ്ടായിരുന്നു സംഭവം. ഞങ്ങൾ കണ്ടാകെ നെട്ടിത്തരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ആളും തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലനെ പോയി. കാരണം അവിടെ ഇന്ന് വരാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം അത്രക്ക് തിരക്കായിരുന്നു. ഇപ്പം ഇതിൽ കാണുന്നത് ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഉള്ളോട്ട് ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലുള്ള സ്ഥലമല്ലായിരുന്നു. അപ്പോൾ പാരഗണിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾ മടക്കി വെച്ച് യാത്രയായി. അങ്ങനെ നേരെ റഹ്മത്തിലേക്ക് പോയി. അങ്ങനെ വിശപ്പിൻ്റെ വിളി കാരണം ഞാനിങ്ങനെ ഓട്ടോൻ്റെ പുറത്തേക്ക് തലയൊക്കെ ഇട്ട് നോക്കുക, എത്താനായോ എന്നുള്ളത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓട്ടോക്കാരൻ ഞങ്ങളവിടെ ഇറക്കി വിട്ടു. ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഉള്ളിൽ കയറിയപ്പോഴും ഭയങ്കര തിരക്ക്. ഞങ്ങൾ കൈയൊക്കെ കഴുകി അങ്ങനെ ടേബിൾ മേലിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ
ഒരു ലേഡീനെ കണ്ടിരുന്നു. അപ്പോൾ അവർ സെൽഫിയൊക്കെ എടുക്കാതൊക്കെ പറഞ്ഞു. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് എൻ്റെ പേരുണ്ടായിരുന്നു അവർക്ക്, അതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് ബിരിയാണി ഒരു മട്ടനുമായിരുന്നു. ബിരിയാണി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി ഒരു പിന്നെ ബീഫ് ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സന്തുഷ്ടരായി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ബ്രഹ്മദ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം, വലിയൊരു കഥ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വിശന്നിട്ടാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ഓട്ടോ നോക്കി ഇടങ്ങേറായി. ഓട്ടോ നിർത്തുന്നുമില്ല, നിർത്തുന്ന ഓട്ടോയിൽ ജീപ്പ് എടുക്കുന്നുമില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുടയൊക്കെ ചൂടിയാണ് നടക്കുന്നത്. നല്ല വെയിലും ഉണ്ടായിരുന്നു, ഓട്ടോ ആണെങ്കിൽ കിട്ടുന്നുമില്ല. ഞങ്ങൾക്ക് ആ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ ഒരു ഓട്ടോ അവസാനം കിട്ടി. ഊബർ നോക്കിയില്ല, ഞങ്ങൾ ഊബർ ഉണ്ടായിരുന്നു ആദ്യം നോക്കിയപ്പോൾ ഊബർ കിട്ടിയില്ല. ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ ഊബർ ഞങ്ങൾ നോക്കിയതുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഗാർഗി ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾ അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവരെ കാണാനൊക്കെ ഉള്ള. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറിയപ്പോൾ, അതായത് റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ കുറേ താത്താമാർ ഇങ്ങനെ ഞങ്ങളെ നോക്കുക. ഞങ്ങളെന്തോ എന്താ പറയുക, ഇടങ്കണ്ണൊക്കെ ഇട്ട് നോക്കുക. നമ്മൾ എന്തോ അവരെ ചെയ്ത പോലെ. ഫാമിലി ആയിട്ട് വന്നിരുന്നുകൊണ്ട് ഫുഡിലല്ല നോട്ടം, ഞങ്ങളെയാണ് നോട്ടം. ഇവക്ക് പിന്നെ ഹോട്ടലിലുള്ള താത്താമാരേക്ക് ഇങ്ങനെ നോട്ടം ഇവള് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് മുന്നേയും കണ്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ശീലമായതുകൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡാക്കാൻ നിന്നില്ല. ഫുഡ് കഴിക്കാൻ വന്നാലും മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, അങ്ങനെ ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ ഭയങ്കര ഉത്കണ്ഠ ഉള്ള ടീംസായിട്ട്. അതിപ്പോൾ എല്ലായിടത്തും ചെന്നാലും അങ്ങനെയാണ്. എന്നാലും എന്താ പറയുക, അവിടെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. കോഴിക്കോടുകാർ ക്ഷമിക്കുക. പിന്നെ ഞങ്ങൾ ഗാർഗി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റിയിട്ടൊക്കെയാണ് പോകുന്നത്. ഓട്ടോക്കാരനും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴാണ് ആ പുള്ളി ചോദിച്ചത് ഇന്ന ആളുടെ വീടല്ലേ ഇത്. ഇതാ പുള്ളിക്ക് നേരത്തെ അറിയൂർന്നെന്ന് നമുക്ക് അറിയൂർന്നെങ്കിൽ എത്ര പാടുപെടില്ലായിരുന്നു. ഞങ്ങൾ ചമ്മി. അങ്ങനെ ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഭയങ്കര ചൂട്, ഇതുവരെ അല്ലാത്തൊരു ചൂടും. പിന്നെ ഈ ബാഗ് വെച്ചിട്ട് കുറച്ച് ഷോ ഓഫൊക്കെ ഈ കുട്ടി നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞാണ് വേണ്ടാന്ന്, പക്ഷേ എന്ത് ചെയ്യും. പിന്നെ എൻ്റെ ബാഗ് എനിക്ക് കാണിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാണ്, അതെ, ഫൈനലി ഞങ്ങൾ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഇവിടെ പുറത്ത് തന്നെ ഗാർഗി ചേച്ചി നിൽക്കുന്നത് നമുക്ക് കാണാം. ചേച്ചിയുടെ വീടാണത്. ഇത് കുറച്ച് പേർക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. മതി, എന്താ പറയുക, ഇൻസ്റ്റയിലും ബിഹൈൻഡ് വുഡ്സിലൊക്കെ വന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി പോകുന്നു. അമ്മിണി വീട് എന്നാ പേര് ചേച്ചിയുടെ വീടിൻ്റെ. ഈ വീട് ഉണ്ടാക്കിയേക്കുന്നത് ഗാർഗി ചേച്ചിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടെയൊക്കെയാണ്. പിന്നെ ഈ വീടിന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, കോർണേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഭയങ്കര ഡിഫറെൻ്റായിട്ട് ചെയ്തെടുത്തൊരു വീട്.
അങ്ങനെ ഞങ്ങളിങ്ങനെ വീടൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പം ഗാർഗി ചേച്ചി അവിടെ ഇരുന്ന് ആരോ കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രെയിമൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള ആർട്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ ഇവിടെ ശരിക്കും വന്നേക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ സുമയ്യാനെ അഫീഫാനെയാണ്. അവരൊരു കപ്പിളാണ്. അവർ കുറേ ഗോ ത്രൂ ചെയ്ത 2 കുട്ടികളാണ്. അപ്പോൾ അവരെ കാണാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നേക്കുന്നത്. അവരിപ്പോൾ വരും. നിങ്ങളെ ടി വി കാണുന്ന 2 പേരല്ലേ? എന്തിനാണോള് നീയല്ലേ ഇവളെ വഴി വെളുപ്പിച്ചത്? നീയല്ലേ? പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇവർ പുറത്തു പോയി വന്ന വിശേഷങ്ങളും അങ്ങനെയെല്ലാം സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇവർ മേളിലാണ്. അപ്പോൾ ഇവരുടെ റൂമിലോട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. പിന്നെ ഇവരുടെ മെയിൻ ട്രോളൽ ഏറ്റുവാങ്ങുന്നത് ഞാനാണ്. ഇവർക്ക് ട്രോളിൽ ഇത്തിരി കുറവാണ്. എന്തിലൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ തമാശ അടിച്ച് അങ്ങനെ ഇരിക്കും. 2 ജന്തുക്കളും ഞങ്ങളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞ്. എന്നെ അതൊന്നും പറഞ്ഞിട്ടാണ് ഈ ഇരുന്ന് 3 പേരും ഈ ചിരിക്കുന്നത്, എന്നെ കളിയാക്കിയിട്ട്. ഇവരിപ്പോൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവർ 2 പേരും ഇൻഡിവിജ്വലിയും അതുപോലെ തന്നെ ഒരുമിച്ചും കുറേ സഫർ ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ പ്രേമം, ഇത് രണ്ടും കൊണ്ടാണ് ഇവർ കുറേ ഗോ ത്രൂ ചെയ്യേണ്ടി വന്നതും. ഇപ്പോൾ ഇവരെ പാരൻസിന് വേണ്ട പോലെ അല്ലെങ്കിൽ പെട്രിയാർക്കിക്ക് വേണ്ട പോലെ ഇവർ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ പാരൻസിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ എന്താ പറയുക, ഇവർ ഇത്ര ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ക്യാമറ കണ്ടിട്ട് 2 പേർക്കും നല്ല ചമ്മലായിരുന്നു, പ്രത്യേകിച്ച് അഫീഫയ്ക്ക്. പിന്നെ ഇവളെ ഈ കോപ്രായങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഇവള് ഞങ്ങളെ എങ്ങനെ നേരിടുമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഒരാളുടെ ഐഡൻറ്റിറ്റി ഒരു പർട്ടിക്കുലർ തിങ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോവുകയും അതുപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റി മാറ്റാൻ നോക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഹെട്രോസെക്ഷൽസായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് സർ ഇയാൾ ഹെട്രോസെക്ഷലാണ്, ഇയാളൊന്ന് ഹോമോസെക്ഷൽ ആക്കി തരുമോ എന്ന് ചോദിച്ചാൽ കിട്ടാനായിട്ട് ഇത് മെഷീനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പം മറ്റുള്ളവരോട് എന്താ പറയുക, മറ്റുള്ളവരെ ഹാം ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ ആക്കി എടുക്കുമ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്നൊന്ന് ആലോചിക്കുക. ഇനിയിപ്പോൾ എന്നെ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക, അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ എന്താ കുറച്ച് ദ്രോഹം ഒരു കൂട്ടം ആൾക്കാരോട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ഈ ഹാപ്പിനെസ് കണ്ടിട്ട് പല നെഗറ്റീവ് ഹോളികളും വന്ന് പറയുമായിരിക്കും. അതായത് ഇവരെ പാരൻസ് ഇപ്പോൾ കരയാണ്, ഇവർ ചിരിക്കുന്നത് കൊണ്ട് ഇവരെ പാരൻസ് കരയാണെന്നുള്ള രീതിക്ക്. പക്ഷേ ഒരു ആളുടെ സന്തോഷം, ഓരോ ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പാരൻസ് ജന്മം നൽകി എന്നത് കൊണ്ട് പാരൻസ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ ഹാപ്പിനെസ് ആയിരിക്കും, ഓരോ ലൈഫായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എന്താ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഡിസ്റെസ്പെക്റ്റ് കൊടുക്കാണ്ടിരിക്കുക മാക്സിമം. പിന്നെ ഈ നെഗറ്റീവ് ഓളുകളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ്. അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെ തന്നെ ജീവിക്കുന്നത്. അതിൽ കയറി ഇൻ്റർഫിയർ ചെയ്ത് കുറേ പ്രാകുന്ന വേർഡ്സും കേഴ്സ് ചെയ്യുന്ന രീതിക്ക് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് സന്തോഷം നൽകുന്നത്? മറ്റൊരാളെ പറ്റി ഇങ്ങനെ മോശമൊക്കെ നീ അനുഭവിക്കുമടി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്
ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷമാണ് നൽകുന്നതെന്ന് ഈ പ്രാകുന്നതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ആൾക്കാരെ പ്രാകുന്നതും കുത്തുവാക്ക് പറയുന്നതും നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ടെന്നും കൂടെ അറിയാമല്ലോ. ഞങ്ങൾ ഇവരുമായിട്ട് കുറേ സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞു ഇപ്പോഴും ത്രെട്ട് ഉണ്ട്, അതായത് പാരൻസിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ ഇവരെ മീഡിയേറ്റർ നിന്ന ഒരു ഗഫൂർ എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ത്രെട്ട് ഉണ്ട്. അൺഒഫീഷ്യലി ഇവരെ വന്ന് കിഡ്നാപ്പ് ചെയ്യും, ഉപദ്രവിക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ഞങ്ങളോട്. അപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു എന്താണ് ആക്ച്വലി ഇവർക്ക് വേണ്ടത്. ഈ പാരൻസിനും അതായത് ആർക്കാണെങ്കിലും ഇവരുടെ വെൽബീയിങ് ആണ് വേണ്ടതെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് സ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പിക്കും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ ടൈം പോയി. ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പോയി. ഞങ്ങൾ പിന്നെ കൂടുതൽ ദിവസം നിൽക്കാനൊന്നും പറ്റിയില്ല. വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസം കൂടെ അധികം നിൽക്കാമെന്നൊക്കെ കരുതിയത്. പക്ഷെ അവർ കൂടുതൽ നിന്ന് വെറുപ്പിക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അന്ന് രാത്രിയായപ്പോൾ ഡിന്നറിന് ഷവർമയാണ് കഴിച്ചത്. അൽത്താസയിൽ നിന്ന് ഷവർമ ഓർഡർ ചെയ്ത് ഞങ്ങൾ 4 പേരും ഇവിടെ കഴിച്ചു. പിന്നെ ഇവർക്കിനി തുടർന്ന് പഠിക്കാനും അതുപോലെ തന്നെ ജോലി നോക്കാനും അങ്ങനെയൊക്കെ അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സഹായിച്ചില്ലെങ്കിലും ആരെ ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇത് കുറേ താത്താമാരോടും കാക്കാമാരോടും യൂട്യൂബിൽ കുറേ പുസ്തകങ്ങൾ ബാക്കിൽ വെച്ച് ഫ്രണ്ടിൽ വന്ന് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വായ തോരാണ്ട് സംസാരിക്കുന്ന ആളിനോടുമാണ് ഈ പറയുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കണം. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരും. ബൈ.